അഖില കേരള എഴുത്തച്ഛൻ സമാജം നെന്മാറ വിത്തനശ്ശേരി ശാഖ 5ാം വാർഷികം ആഘോഷിച്ചു. വാർഷികാഘോഷം വേലിക്കുട്ടി എഴുത്തച്ഛൻ റൈസ് മില്ലിൽ ഇലവഞ്ചേരി തുഞ്ചത്തെഴുത്തച്ഛൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PR ജയശീലൻ ഉദ്ഘാടനം ചെയ്തു. ഒരുപക്ഷെ ശ്രീനാരായണ ഗുരുവിനെ, അയ്യങ്കാളിയെ, സഹോദരൻ അയ്യപ്പനെ, ആറാട്ടുപുഴ വേലായുധ പണിക്കരെ ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഇവരൊക്കെ ഓരോ സമുദായത്തിൻ്റെ ഭാഗമായി തന്നെയാണ് നമ്മുടെ സാംസ്കാരിക അല്ലെങ്കിൽ നവോത്ഥാനത്തിൻ്റെ ധാരയിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് തോന്നാം എഴുത്തച്ഛൻ സമുദായത്തിന് അങ്ങനെ ഒരാളില്ലേ എന്ന് തോന്നാം. പക്ഷേ പിൽക്കാല സമൂഹത്തിൽ നമ്മൾ സാംസ്കാരികം, നിയമം, രാഷ്ട്രീയം എന്നൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് VR കൃഷ്ണഎഴുത്തച്ഛൻ്റെ പങ്ക് അങ്ങനെയാണെന്ന് ഇപ്പം നമുക്ക് തീർച്ചയായിട്ടും പറയാം. അതിനു മുമ്പ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നവോത്ഥാനത്തിൻ്റെ ദീപശിഖ തെളിയിക്കുന്നതായിരുന്നു. അതിന് ഏറ്റവും വലിയ ഉദാഹരണം അദ്ദേഹം എഴുതിയ ഹരിനാമകീർത്തനമാണ്. ഞാൻ എന്ന ഭാവം അത് തോന്നായിക വേണമിക തോന്നുന്നതാകിലകിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദനാരായണായ നമ എന്ന് അദ്ദേഹം പറഞ്ഞത് സ്വന്തം സമുദായത്തോടു കൂടിയാണ്. പക്ഷേ അത് സമുദായം കൊണ്ട് അവസാനിക്കുന്നില്ല എന്നിടത്തും ആ സമുദായം ഒരുപക്ഷെ ഭാഷയുടെ, സംസ്കാരത്തിൻ്റെ ഒറ്റത്തുരുത്തായി തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനെ മാറ്റി എന്നുള്ളതാണ്. ഒരു സാമൂഹിക പ്രവർത്തനമാണ്. ഒരുപക്ഷെ കേരളത്തിലെ ഒരു നവോത്ഥാന നായകനും സാധിക്കാത്ത ഒരു സാമൂഹിക പ്രവർത്തനത്തിലേക്ക്, സാംസ്കാരിക പ്രവർത്തനത്തിലേക്ക്, ഭാഷയുടെ ഉന്നമനത്തിലേക്ക്, ഭാഷാ പിതാവിൻ്റെ വഴിയിലേക്ക് അങ്ങനെയാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എത്തിച്ചേരുന്നത്. ചിറ്റൂർ തുഞ്ചമഠം സർക്കാർ ഏറ്റെടുത്ത് വിശ്വസർവകലാശാലയാക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. നെന്മാറ ഗോവിന്ദാപുരം റോഡ് ഗതാഗത യോഗ്യമാക്കുക, നെന്മാറ ബൈപ്പാസ് ഉടൻ നടപ്പിൽ വരുത്തുക, കൊല്ലങ്കോട് തൃശൂർ റെയിൽപാത നടപ്പാക്കുക, രാസവള പ്രതിസന്ധി പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും യോഗം ഉന്നയിച്ചു. യോഗത്തിൽ ശാഖാ പ്രസിഡന്റ് PV ചാമക്കുട്ടൻ അധ്യക്ഷനായി. കൃഷ്ണൻകുട്ടി എഴുത്തച്ഛൻ, സുരേഷ് അനന്തരാമൻ, PR ദിലീപ്, P ശ്രീദേവി, ബിന്ദു, ആതിര എന്നിവർ സംസാരിച്ചു. JCI നാഷണൽ ട്രെയിനർ സൗമ്യ സുരേഷ് വ്യക്തിബന്ധങ്ങൾ എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു. വ്യക്തിബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രായോഗിക നിർദ്ദേശങ്ങളും ജീവിത വിജയത്തിന് മികച്ച ആശയവിനിമയത്തിന്റെ പ്രാധാന്യവും അവർ വിശദീകരിച്ചു. എഴുത്തുകാരൻ കൂടിയായ ഡോക്ടർ PR ജയശീലനെ ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.